പ്രശാന്തേട്ടാ അതെ അതെ. എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഇറങ്ങാന്? നിങ്ങളുടെ ആ ശ്രീകാര്യത്തെ വീടില്ലേ? ഞങ്ങളുടെ വീട്. അതെനിക്കൊന്ന് കിട്ടുമോന്ന് അറിയാനാ ഞാൻ വന്നത്. നിനക്ക് എന്തിനാ ഇപ്പൊ ശ്രീകാര്യത്തെ വീട്? ചേച്ചി, ഞാൻ കഴക്കൂട്ടത്തൊരു പ്രോജക്റ്റ് പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ജോലിക്കാരെയൊക്കെ താമസിപ്പിക്കാനായിട്ട് ഈ വീടാണെങ്കിൽ എനിക്ക് കറക്റ്റാ. അതുകൊണ്ട് അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറയാ പ്രശാന്ത്, ഞാൻ വേണ്ട അങ്ങോട്ട് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞ് വെച്ചിരിക്കുക. സത്യം. അതെന്താ ഇവിടുന്ന് മാറുന്നത്? അതേ, വേറൊന്നും കൊണ്ടല്ല. നിനക്കറിയാമല്ലോ, ഇവിടെ ആകുമ്പോഴത്തേക്ക് സിറ്റിന്ന് കുറെ ദൂരെ, പിന്നെ റോഡ് പണി നടക്കുന്ന ആകെ മൊത്തം ഇവിടെ ബുദ്ധിമുട്ടാ. അപ്പൊ വിചാരിച്ചത് അങ്ങോട്ട് പോയി താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതാണ് സംഭവം. ഒരു കാര്യം ചെയ്, ഈ വീടെടുത്തോ പ്രശാന്ത്. ഇതെനിക്ക് ദൂരെ കൂടുതൽ, അതായിരുന്നെങ്കിൽ കറക്റ്റാ. അത് ഈ പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് ഒരു തീരുമാനമായി മാറാനുള്ളത്. അതാണ് സത്യം. എന്നാ ശരി, ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഇച്ചിരി തിരക്കുണ്ട്. ചായ? അയ്യോ, ഞാൻ ചായ എടുത്തില്ല അമ്മ. ചായ കുടിച്ചിട്ട് വേണ്ട, ചായയൊക്കെ പിന്നീട് ഒരിക്കലും. ഇച്ചിരി തിരക്കുണ്ട്. എന്നാ ശരി, എന്നാ ഇറങ്ങട്ടെ. ശരി. പ്രശാന്തേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അറിയോ, നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? എത്രയും പെട്ടെന്ന് ഇവിടെ വരിക. എന്നിട്ട് ഞങ്ങളുടെ ആ ശ്രീകാര്യത്തെ വീടില്ലേ, അത് തന്നെ, മുമ്പ് ഞാൻ അവിടെ അല്ലായിരുന്നു. ആ വീട് നിന്റെ പണിക്കാർക്ക് താമസിക്കാനൊന്ന് വിട്ടു തരണം എന്ന് പറയുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. താമസിക്കല്ലേ, വേഗം വേണം കേട്ടോ. ശരി, താങ്ക് യു. അമ്മ ഉള്ളതാണോ പറഞ്ഞു അങ്ങോട്ടേക്ക് മാറാൻ പോണെന്ന്? അല്ലടാ, ഇനിയിപ്പൊ നമ്മള് പോകാതിരുന്നാലും എങ്ങനെയാ? അത് മോശമല്ലേ? പ്രശാന്ത് എന്ത് വിചാരിക്കും? അവൻ വിചാരിക്കും മനഃപൂർവ്വം നമുക്ക് ആ വീട് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാരണം ഉണ്ടാക്കി പറഞ്ഞാന്ന് വിചാരിക്കത്തില്ലേ? അല്ലമ്മ, ഇപ്പൊ അങ്ങോട്ട് മാറേണ്ട ഒരു കാര്യമല്ലേ, ഇവിടെ ഒരു ഒന്നിനും കുറവൊന്നുമില്ലല്ലോ. അല്ല, കുറവിന്റെ കൊണ്ടല്ല, ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് മാറുക. അല്ല, ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളെല്ലാരും കൂടെ ഇവിടെ നിന്നോ, ഞാനും മുത്തും കൂടെ അങ്ങോട്ട് പോവാം. അതാണ് എൻ്റെ ഒരു രീതി. അയ്യോ സ്വാമിയേ. ചേട്ടാ, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എടാ, ഇതൊക്കെ അമ്മയുടെ തീരുമാനമല്ലേ. ഇതിപ്പോ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അമ്മയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. അതിനുവേണ്ടി പ്രശോഭേട്ടൻ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. പിന്നെ നമ്മളൊക്കെ എന്താ ബൊമ്മകളല്ലേ? അങ്ങോട്ട് ചാടാൻ പറയുമ്പോ അങ്ങോട്ട് ചാടണം, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോ ഇങ്ങോട്ട് ചാടണം. വേറെ പണിയില്ല. ഭഗവാനെ, അയ്യോ. അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോ? എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാം. അമ്മ, ഇപ്പൊ ഈ മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ? എടാ കുഞ്ഞെ, എനിക്ക് ഈ വീടിനകത്ത് നിന്ന് ഈ പരിസരവും എല്ലാം കൂടെ കണ്ട് എന്താ അറിയത്തില്ല, എനിക്ക് അങ്ങ് മതിയായി. പിന്നെ അത് മാത്രമല്ലല്ലോ, നിന്റെ അച്ഛനെ കുറിച്ചുള്ള ആ ഓർമ്മകളോ ആ ഫീലിങ്സും ഒക്കെ എന്തോ എനിക്ക് ഇവിടെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അവിടെ അല്ലേ ഞാനും നിന്റെ അച്ഛനും കൂടെ ഒത്തിരി കൊല്ലം കഴിഞ്ഞത്. എനിക്ക് അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, അതിന് ഞാൻ നിങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്തില്ലടാ. ചേടാ, ഞാൻ മുത്തുവല്ലേ പോകുന്നുള്ളൂ. നിങ്ങൾ വിട്ടിരിക്കേ സന്തോഷമായിട്ട് കേട്ടോ. ഓ, ഇതെന്തത്? ഞാനും വരുന്നു. എവിടെ? അമ്മയുടെ കൂടെ. അയ്യോ, പ്രതീക്ഷ ഇട്ടിട്ട് നീ എന്നെ ഇവിടെ വരാനോ? പ്രതീക്ഷ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നമുക്ക് പോവാൻ. അമ്മ, നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടാകുമ്പോഴല്ലേ ഒരു കുടുംബാവത്തുള്ളൂ. പിന്നല്ലാതെ ഞങ്ങളും അമ്മയിലൂടെ ഉണ്ട്. നിനക്കുള്ള ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്താൽ മാത്രം മതി. ഈശ്വര, എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായത്. അല്ല കൊച്ചമ്മ, കൊച്ചമ്മയും ഞാനും മാത്രം ഉള്ളപ്പം കൊച്ചമ്മേനെ വഴക്ക് മൊത്തം ഞാൻ കേൾക്കണം കേട്ടോ. ഇപ്പൊ എല്ലാരും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് പോകും. അല്ലെങ്കിൽ ഇവന്റെ ഈ വളിച്ച കവിത ഞാൻ മാത്രം കേട്ട് 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 എനിക്ക് ഭ്രാന്തെടുത്ത് പോയത്. അയ്യോ, പോവാം കൊച്ചമ്മ, പോവാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.